അപ്പോൾ ഇനി നമുക്ക് ശിവാണ്ണൻ്റെ സ്പെഷ്യൽ മീൻ കറി നോക്കാം കേട്ടോ. അപ്പോൾ ശിവാണ്ണൻ മീൻ കറിക്കെല്ലാം സെറ്റാക്കിയിരിക്കുകയാണ്. ഇതാണ് ശിവാണ്ണൻ. അതെ, അപ്പോൾ നമ്മുടെ മീൻ കറി ഇളക്കാനൊന്നും പറഞ്ഞില്ല. കൈകൊള്ളി. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കിക്കൊടു. അപ്പോൾ നമുക്ക് ശിവാണ്ണൻ്റെ കുപ്പിയിലാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലിടാം. നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശിവാണ്ണനാണ് വഴറ്റുന്നത്. ഇപ്പോഴത്തെ തോരൻ ഉണ്ട്, ക്യാരറ്റ് തോരൻ. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൂരക്കറിയാണ്. കേരക്കറി. നമ്മൾ ഈ ചേട്ടനതിൽ ആദ്യം എന്തൊക്കെ ഇട്ടത് പെട്ടെന്ന് പറയാമോ? അതായത് ഞാൻ വെളിച്ചെണ്ണ നമ്മൾ കറി വെക്കണം. ഇതിൽ ആ ടേസ്റ്റ് ഇട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനുശേഷം ഞാൻ കടുക് തളിച്ചു. പിന്നെ 2 നുള്ള ഉലുവ, കൂടാണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. അതായത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന മീൻ എങ്ങനെ പോയാലും ഒരു 650 ഗ്രാം ആയിരിക്കും മാക്സിമം പോയാലും. അപ്പം ഈ 650 ഗ്രാമിൻ്റെ കറക്റ്റ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമുളക് എല്ലാം മാറിയതിനു ശേഷം നമുക്ക് കൂട്ടിയിടാം. അപ്പം ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താവും. അപ്പം ഇനി അടുത്ത് എന്താണ് പോണേ? കറിക്ക് എപ്പോഴും ടേസ്റ്റ് നൽകുന്നത് കുടംപുളിയാണ്. തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാളംപുളിയാണ്. കുടംപുളി തന്നെ ഉപയോഗിച്ചാൽ മുളക് കറിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു 5 അല്ലി കുടംപുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണ്. മുളക് കറി. ഇനി എന്താണ് പോണേ? അതിലേക്ക് നമ്മൾ ഇനി പുളിയാണ് ചേർക്കുന്നത്. ആദ്യം മഞ്ഞൾ, പിന്നെ മുളക്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എനിക്കെല്ലാം കൈ കിടക്കാൻ കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ മുളക് പൊടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് കാശ്മീരി ചില്ലി, പിരിയൻ മുളക്, നോർമൽ മുളക്, ഇത് 3 കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നത് കേട്ടോ. ചുവ കിട്ടും. അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ കളർ മുമ്പ് നിൽക്കാനും ഇത് കളർ കൂടുതലും എരിവ് കുറവായിരിക്കും. കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഇളക്കാൻ മറക്കരുത്. ഇളക്കുന്നതനുസരിച്ചിട്ടാണ്, കാരണം പച്ചമണം നല്ലതുപോലെ പോകണം. ഇതിനൊരു കുത്തുണ്ടാവും. ഇതൊരു ടിപ്സാണ്. നമ്മൾ ചേർക്കുന്നത് കായപ്പൊടി. കായപ്പൊടിയാണ് ഇതിൽ കറക്റ്റ് എരിവും പുളിപ്പും ആ ഒരു, അതായത് കട്ടിയും വരുന്നത് ഈ ഒരു കായപ്പൊടിയാണ്. ഞങ്ങൾ ചേർക്കുന്നത് LP കായാണ് കേട്ടോ. അതും ആവശ്യത്തിന് മാത്രം ഒരു 3 പിഞ്ച് കേട്ടോ. അതൊരു 3 പിഞ്ച്. എനിക്കകത്ത് വളരെ കുറവായിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ഒരു 3 പിഞ്ച് മതിയോ? ഏതാണ്ടൊക്കെ നമ്മുടെ കാര്യം തിളച്ചിട്ടുണ്ട്. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന 650 ഗ്രാം കേര, ചൂരയുടെ കേര, തൊലിയോടെ വെച്ചിരിക്കുന്ന കേരയാണ് തലയ്ക്കുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കണം. ചൂരയ്ക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റോളം ചൂര ഒന്ന് വേവിക്കാം. ഇത് കിച്ചൺ ട്രഷേഴ്സിന്റെ ഫിഷ് മസാലയാണ്. ഇതിനകത്ത് തന്നെ ഒറ്റമുക്കാൽ എല്ലാ പൊടിയും ആഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഞാൻ മാക്സിമം കൂടുതൽ ഇതിനകത്ത് കുറച്ചത്. ഇത് നമുക്കൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. മീനിന്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചേർക്കേണ്ടത് ഒരു മണം വരുന്നുണ്ട്. ഇത് നമ്മൾ ചേർക്കേണ്ടത് ഉലുവപ്പൊടി. ഇതാണ് ഈ മീനിന്റെ വലവ്. ഉലുവപ്പൊടി നമ്മൾ ഈ മീനിൽ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നമുക്കൊരു 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു മണം പറയുന്നുണ്ട്. ഇനി ഇതൊരു അടച്ച് 10ഓളം മിനിറ്റ് നമുക്കിതിനെ പറ്റിച്ചെടുക്കാം. ശേഷം കറിവേപ്പില.